ഹരേ കൃഷ്ണ. ജ്യോതിഷകരിലേക്ക് സുസ്വാഗതം. എല്ലാ ആത്മമിത്രങ്ങൾക്കും വിഷു ആശംസകൾ. നമ്മൾ ഈ വർഷത്തെ വിഷു ഫലത്തിലേക്ക് കടക്കുകയാണ്. വിഷു ഫലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദിത്യൻ മേടത്തിൽ ഉച്ചരാനായിട്ട് വരുന്ന ആ ഒരു സമയത്തെയാണ് വിഷു സംക്രമമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത് ഏപ്രിൽ 14 രാവിലെ 9:32 ചതയം 3-ാം പാദത്തിലാണ് വരുന്നത്. വളരെ നല്ല ഒരു സംക്രമമാണ്. കാരണം വരാഹകരണവും ശുഭനിത്യയോഗമുണ്ട്. അതുപോലെ തന്നെ ഈ കുംഭക്കൂറിലേക്കാണ് പകർന്നു വരുന്നത്. അപ്പോൾ കുംഭക്കൂറിന് 5-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷു സംക്രമം നമുക്ക് ഈ ഒരു വർഷം പൊതുവിൽ ഇടവക്കൂറുകാർക്ക് ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർത്തികയുടെ മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി, അതായത് 1-2 പാദങ്ങൾ, ഇത്രയും വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ കഴിഞ്ഞ ഒരു വർഷം നന്നായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് 2-ൽ വ്യാഴം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ അനിഷ്ട സ്ഥാനത്ത് ശനിയുള്ള സമയമല്ല. 4-ലായതുകൊണ്ട് കുടുംബപരമായ കാര്യങ്ങളിൽ കുറച്ച് ചെറിയ പിന്നെ അനിഷ്ടങ്ങളും ചില സ്വരച്ചേർച്ചയും ഇല്ലായ്മയും പിന്നെ ചില ദാമ്പത്യ പിണക്കമൊക്കെ വരുമെന്നല്ലാതെ പൊതുവിൽ നമുക്ക് ധനപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ കാര്യങ്ങളിലോ ഒക്കെ നല്ല സമയമാണ്. ഇതിൽ കുറച്ചൊരു മങ്ങൽ വരാവുന്നൊരു സമയം വരികയാണ്. അതായത് നമ്മുടെ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്, ഇടവക്കൂറുകാർക്കിപ്പോൾ ഈ വരുന്ന വിഷു സംക്രമം കൊണ്ട് ഗുണമാണെങ്കിലും ഒരു ജൂൺ കഴിയുമ്പോൾ മുതൽ നമ്മുടെ വ്യാഴം, നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഉച്ചനായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ദോഷം ചെയ്യത്തില്ല, എങ്കിലും നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഗുണം ചെയ്യത്തില്ല. അതായത് വ്യാഴമാണ് നമുക്ക് അനുഭവയോഗം തരുന്നത്, വ്യാഴവും ആദിത്യനും. അപ്പോൾ ഈ സംക്രമം കൊണ്ട് ആദിത്യൻ നമുക്ക് ഗുണം ചെയ്യും, പക്ഷേ വ്യാഴം നമുക്ക് സംക്രമം കഴിഞ്ഞ് ക്രമേണ കൊണ്ട് അത്ര ഗുണം ചെയ്യില്ല. അതിൻ്റെ കാരണം വ്യാഴം 3-ലേക്ക് മാറുന്നത് അത്ര നല്ലതല്ല. എന്നാൽ ഉച്ചനായിട്ടായതുകൊണ്ട് ദോഷം ചെയ്യത്തുമില്ല. എന്നാൽ നമുക്ക് വ്യാഴത്തിനെ കൊണ്ടുള്ള എന്ത് ഗുണം വരുമെന്ന് വെച്ചാൽ, സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഗുണമൊക്കെ വരും, ഐശ്വര്യം വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ പദ്ധതികൾക്കുള്ള മാർഗരേഖകൾ തെളിഞ്ഞു വരും. പുതിയ ബിസിനസ്സിലായിരുന്നാലും രാഷ്ട്രീയത്തിലായിരുന്നാലും പുതിയ പദവി, പിന്നെ പുതിയ ധനാഗമന മാർഗങ്ങൾ, ഇതെല്ലാം തെളിഞ്ഞു വരും. പക്ഷേ ഇപ്പോഴത് നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകുമോ, ഗുണത്തിലേക്ക് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അതിനേക്കുള്ള പരിശ്രമങ്ങൾക്കേ പറ്റുള്ളൂ. അതിൻ്റെ ഫലം വരുന്നത് 2027-ലായിരിക്കും. നമ്മൾ എപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്നത്, ഞാൻ മിക്കവാറും വീഡിയോകളിൽ പറയാറുണ്ട്, ധാരാളം പിന്നെ ജ്യോതിഷ ആവശ്യത്തിന് ബന്ധപ്പെടുന്ന ആത്മമിത്രങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം, അവർ എന്തെങ്കിലുമൊക്കെ വളരെ കഷ്ടതയിൽ നിന്നിട്ട് പെട്ടെന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ടോ, എന്ത് വഴിപാട് ചെയ്താലും. ഒരു വഴിപാട് ചെയ്താലും മോചനമില്ല. അതായത് ജ്യോതിഷം എന്ന് പറയണതോ അല്ലെങ്കിൽ കുറേ വഴിപാടുകളോ ഹോമങ്ങളോ ഒന്നും നമ്മുടെ ഇതിനൊന്നും പരിഹാരമല്ല. അതായത് നമ്മളുടെ ജാതകാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ചാരവശാലായിരുന്നാൽ നമ്മളെ ജാതകാലും വരാൻ പോകുന്ന ഗുണദോഷങ്ങളൊക്കെ ഒരു നിർദ്ദേശം, ഒരു ഗൈഡൻസ് മാത്രമേ ജ്യോതിഷത്തിന് തരാൻ പറ്റൂ. അതിന് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ചില മാർഗങ്ങൾ ചെയ്യാമെന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ ക്രമേണ കൊണ്ട് യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങും കൊണ്ട് വേണം ജീവിതത്തിൽ വിജയിക്കാൻ. അതിന് നമ്മൾ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കണം. ആ പ്രപഞ്ചശക്തിയുടെ സപ്പോർട്ട് വേണം. നമ്മൾ നല്ല സമയത്ത് നമ്മൾ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് ബുദ്ധിയും പ്ലാനിങ്ങും നമ്മുടെ യുക്തിയും അപ്ലൈ ചെയ്താണ് പോയിരുന്നെങ്കിൽ ഈ അബദ്ധം വരില്ല. എപ്പോഴും ഒരു ഗ്രഹങ്ങളും നമ്മളെ ദോഷം ചെയ്യുന്നില്ല. അവർ ആ ഗ്രഹങ്ങൾക്ക് നമ്മളിൽ സ്വാധീനം വരുമ്പോൾ നമ്മളിൽ വരുന്ന ചേഞ്ച്, അതായത് ക്യാരക്ടർ വൈസ് ആയിരുന്നാലും നമ്മളെ ഇടപാടുകളിലായിരുന്നാലും നമ്മളുടെ ബുദ്ധിയും മനസ്സും കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അനിഷ്ടങ്ങളാണ് നമുക്ക് പിൽക്കാലത്ത് വലിയ ദോഷങ്ങളായി വരുന്നത്. അതിന് ഗ്രഹങ്ങളുടെ മേൽ നമ്മൾ കുറ്റം ചാർത്തിയിട്ടോ അല്ലെങ്കിൽ ജ്യോതിഷത്തിനെ ആശ്രയിച്ചിട്ടോ മാത്രം പോരാ. നമ്മളെ ലൈഫിൽ നമ്മൾ തന്നെ ചേഞ്ച് വരുത്തണം. അതിനുള്ള ഗൈഡൻസാണ് ജ്യോതിഷം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇടവക്കൂറുകാരെ സംബന്ധിച്ച്
ചില കാര്യങ്ങൾ വളരെ നല്ല സമയമാണ്. അതായത് സർക്കാരിൽ നിന്ന് വരേണ്ട ചില ആനുകൂല്യങ്ങൾ, ധനപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട രേഖകൾ, ഇതെല്ലാം പോസിറ്റീവാക്കി എടുക്കാൻ പറ്റിയ സമയം. അതുപോലെ തന്നെ ഭൂമിപരമായ കാര്യങ്ങളിൽ ഭൂമിയെ കൊണ്ടുള്ള ഗുണം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ സമയം നല്ലതാണ്. പുതിയ ഭൂമി വാങ്ങാനോ അതിൻ്റെ പുതിയ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ ചമച്ചെടുക്കാനോ ഒക്കെ സമയം നല്ലതാണ്. അതുപോലെ തന്നെ ഈ നമുക്കിപ്പോൾ 11-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ലാഭസ്ഥാനത്തായതുകൊണ്ട് ശനിയെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് കർമ്മപരമായിട്ട് നമുക്ക് ജോലിയിൽ ചേഞ്ചോ മാറ്റമോ അല്ലെങ്കിൽ ജോലിയിൽ പ്രമോഷനോ അല്ലെങ്കിൽ ജോലിയിൽ ഗുണകരമായി ഒരു നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫറോ ഒക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ നടക്കും. അതുപോലെ തന്നെ ജോലിയിലൊരു ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഉയർച്ചയോ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനുവേണ്ടി ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും ചെയ്യാൻ സമയം നല്ലതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയം, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മഹത്തുക്കളായ വ്യക്തികളെ സംബന്ധിച്ച്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് പുതിയ അവസരങ്ങൾക്കും പുതിയ നേട്ടങ്ങൾക്കും വേണ്ടി ശ്രമിച്ചാൽ ഇപ്പോൾ ശ്രമിക്കുന്ന ശ്രമം നിങ്ങൾക്കൊരു ക്രമേണ കൊണ്ട് ഒരു ജൂൺ ജൂലൈ കൊണ്ട് അത് ഗുണകരമായിട്ട് വരികയും ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യും. അത് പദവി കൊണ്ടായിരുന്നാലും അവസരങ്ങൾ കൊണ്ടായിരുന്നാലും ഗുണം ചെയ്യും. ഇനി മറ്റൊന്ന്, നമ്മൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുടുംബകാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില പിണക്കങ്ങൾ കാര്യങ്ങളൊക്കെ വരാം. വാക്കിലും പ്രവൃത്തിയിലും കുറച്ച് ക്ഷമ പുലർത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും പിണക്കങ്ങളോ ഇണക്കങ്ങളോ ഒക്കെ നേരത്തെ നിലനിൽക്കുന്നെങ്കിലും വന്നു ചേർന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നത്ര ഒരു സംയമനത്തോടെയും വിട്ടുവീഴ്ചയോടെ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, കുട്ടികളുടെ കാര്യത്തിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടും അതുപോലെ തന്നെ പഠന കാര്യത്തിലും വളരെ വിജയവും കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരാം. ഇനി നമ്മൾ പുതിയ വിദേശയാത്ര അല്ലെങ്കിൽ വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ ഒരു ജൂൺ ജൂലൈ കഴിയുമ്പോൾ അത് അനുകൂലമായിട്ട് വരും. അതുവരെയും ചെറിയ കാര്യങ്ങൾക്ക് പേപ്പർ വർക്കുകൾ നടത്തി മുന്നോട്ട് വേണമെങ്കിൽ ഗുണമായിട്ട് വരും. ഇങ്ങനെ ഇടവക്കൂറുകാർക്കും തീർച്ചയായിട്ടും വലിയ ദോഷത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ധനപരമായ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധ പുലർത്തണം. ജൂൺ കഴിയുമ്പോൾ എല്ലാവർക്കും ഈ വിഷു മുതലുള്ള ഒരു വർഷത്തെ വിഷുഫലം ഗുണം ചെയ്യട്ടെ. ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾക്ക് തരുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും എല്ലാ ആത്മമിത്രങ്ങൾക്കും നല്ലത് വരട്ടെ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കോള് ഞാൻ അധികം അറ്റൻഡ് ചെയ്യാറില്ല. നിങ്ങളുടെ വാട്സപ്പിലിടുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ സൗകര്യപ്രദമായിട്ട് ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളാം. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ വിഷു നന്നായി വരട്ടെ. വിഷു ആശംസകൾ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.